സീനിയർ താരങ്ങളുടെ വിരമിക്കലിന് ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ മേജർ ടെസ്റ്റ് പരമ്പരയാണ് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ടെണ്ടുൽക്കർ ആൻഡർസൺ ട്രോഫി. ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ച ഇംഗ്ലണ്ടിന്റെ തീരുമാനം തെറ്റെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ത്യ ആദ്യ ദിവസം അവസാനിപ്പിച്ചിരിക്കുന്നത്. ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടിയപ്പോൾ റെക്കോർഡ് ടോട്ടലാണ് ആദ്യ ദിനത്തിൽ 85 ഓവറുകളിൽ നിന്നും പിറന്നത്. ജയ്സ്വാൾ 101 റൺസ് നേടി പുറത്തായപ്പോൾ ശുഭ്മാൻ ഗിൽ 127 റൺസോടുകൂടി ബാറ്റിംഗ് തുടരുകയാണ്. ഋഷഭ് പന്താകട്ടെ 65 റൺസ് നേടി നോട്ട് ഔട്ടായി നിൽക്കുന്നു. സായ് സുദർശൻ 0 മടങ്ങിയത് മാത്രമാണ് നിരാശയായത്. KL രാഹുൽ 42 റൺസും നേടി. ആദ്യ വിക്കറ്റിൽ 91 റൺസിന്റെ കൂട്ടുകെട്ടാണ് ജയ്സ്വാളും രാഹുലും ചേർന്നൊരുക്കിയത്. തൊട്ടു പിന്നാലെ 129 റൺസിന്റെ കൂട്ടുകെട്ട് ഗില്ലും ജയ്സ്വാളും ചേർന്നൊരുക്കിയപ്പോൾ 138 റൺസിന്റെ കൂട്ടുകെട്ടാണ് ആദ്യ ദിനത്തിൽ പന്തും ഗില്ലും ചേർന്നൊരുക്കിയത്. സേനാരാജ്യത്ത് ഗില്ലിന്റെ സെഞ്ചുറി സ്വപ്നതുല്യമാവുകയാണ്. മാത്രമല്ല ജയ്സ്വാളിൻ്റെ സെഞ്ചുറി മികച്ച രീതിയിൽ തുടങ്ങി. ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ട് മണ്ണിൽ സെഞ്ചുറി നേടുന്ന വളരെ ചുരുക്കം ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ മാത്രമായി ജയ്സ്വാൾ മാറുകയാണ്. ഇംഗ്ലണ്ട് ബോളേഴ്സിന് കാര്യമായ വെല്ലുവിളികൾ ഉയർത്താൻ സാധിച്ചില്ല. ബെൻ സ്റ്റോക്സ് 2 വിക്കറ്റ് നേടിയപ്പോൾ ബ്രൈഡൻ കേഴ്സാണ് 1 വിക്കറ്റ് നേടിയത്. വോക്സും ജോഷ് ടങ്കും ഷോയിബ് ബഷീറുമെല്ലാം നിറം മങ്ങിയ ആദ്യ ദിവസമാണ് കടന്നുപോയത്. ഇന്ത്യക്ക് മികച്ച ബാറ്റർമാർ വരാനിരിക്കെ അതിശക്തമായ പൊസിഷനിലാണ് ഇന്ത്യ ആദ്യ ദിനം ബാറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. ഗില്ല് മത്സര സമ്മർദ്ദം എങ്ങനെ മറികടക്കുമെന്നാണ് പലരും മത്സരത്തിന് മുമ്പ് പ്രതികരിച്ചിരുന്നത്. എന്നാൽ വളരെ മനോഹരമായി ഗില്ല് ബാറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ മറ്റു താരങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. 175 പന്തുകളാണ് ഗില്ല് ആദ്യ ദിനം ഫേസ് ചെയ്തത്. 127 റൺസും നേടി. 16 ബൗണ്ടറികളാണ് ഗില്ല് സ്വന്തമാക്കിയത്. ജയ്സ്വാൾ 159 പന്തുകളാണ് നേരിട്ടത്. 16 ബൗണ്ടറികളാണ് സ്വന്തമാക്കിയത്. രാഹുൽ 78 പന്തും ഋഷഭ് പന്ത് 102 പന്തുമാണ് ആദ്യ ദിനത്തിൽ നേരിട്ടത്. അങ്ങനെ സർവാധിപത്യത്തോടുകൂടി ആദ്യ ദിനം അവസാനിപ്പിച്ച ഇന്ത്യക്ക് മികച്ച ടോട്ടൽ നേടാനാകുമെന്ന ഇതിലും മികച്ച ടോട്ടലിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. സ്കോർ ബോർഡ് 450 കടക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. Subscribe to One India and never miss an update.